ഒരേ സമയം BJPയുടെ വോട്ടുകൾ വാങ്ങാനും അതേസമയം തന്നെ SDPയുടെ വോട്ടുകളും വിലക്ക് വാങ്ങാനും കഴിയുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ആരുടെ വോട്ട് വാങ്ങിയാലും കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം തോൽപ്പിക്കും. സത്യത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് CPMന്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത്. ഇലക്ഷന് ശേഷമാണ്. ഞങ്ങൾക്ക് വലിയ ഭയം ഉണ്ടായിരുന്നു, ഒരാശങ്ക ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷന് തലേ ദിവസം അത്തരമൊരു സ്ക്രീൻഷോട്ട് ഇറക്കുമ്പോൾ ആർക്കായാലും ആശങ്ക ഉണ്ടാവും. കൊടുവള്ളിയിലെ UDF സ്ഥാനാർത്ഥി PK ഫിറോസാണ് എനിക്കൊപ്പം ഉള്ളത്. ഒരു ഷുഗർ സീറ്റിൽ വന്നപ്പോൾ ആത്മവിശ്വാസം കുറച്ച് കൂടിയോ? അല്ല, അങ്ങനെ ഒരു സീറ്റും അങ്ങനെ ഷുഗർ സീറ്റ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ ജനങ്ങളെ കൊച്ചാക്കുന്നത് ശരിയല്ല. പക്ഷേ കൊടുവള്ളി മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം UDFന് മേൽക്കൈയുള്ളൊരു നിയോജകമണ്ഡലമാണ്, സംശയമില്ല. എങ്കിലും ഒരു തവണ ഈ മണ്ഡലം നഷ്ടമായിട്ടുണ്ട്. പുതിയ അസംബ്ലി മണ്ഡലം ഒരു തവണ നഷ്ടമായിട്ടുണ്ട്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ആ സാഹചര്യമൊക്കെ മാറി എന്നുള്ളൊരു അനുകൂലമായ ഘടകമുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തോടുള്ളൊരു വലിയ ജനവികാരം ഈ മണ്ഡലത്തിലുടനീളമുണ്ട്. നമ്മൾ സാധാരണക്കാരായ ജനങ്ങളെ സമീപിക്കുമ്പോൾ അവർ നമ്മളോട് രാഷ്ട്രീയമാണ് പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾ ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് വോട്ട് എന്ന് ചിലപ്പോൾ എല്ലാവരും പറയും. അതേസമയത്ത് രാഷ്ട്രീയം പറയുന്നത്, അതായത് കഴിഞ്ഞ 10 വർഷമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, ഓരോ പ്രശ്നങ്ങൾ അവർ നമ്മളോട് പങ്കുവെക്കുന്നത് കൃത്യമായ ഒരു സൂചനയാണ്. ആ നിലയ്ക്ക് UDFന്റെ ഒരു മേൽക്കൈ കൊടുവള്ളി മണ്ഡലത്തിൽ മാത്രമല്ല പൊതുവിൽ കേരളത്തിലുടനീളം അതുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. LDFനെ സംബന്ധിച്ച് അവർക്കൊരു സ്വതന്ത്ര പരീക്ഷണമാണ് പലപ്പോഴും അവർക്ക് 2 തവണ 2006 2016 അവർക്ക് വിജയം ഉണ്ടാക്കി കൊടുത്തത്. ഇത്തവണയും ഒരു സ്വതന്ത്ര പരീക്ഷണമാണ്. ഒരു RJD നേതാവിനെ സ്വതന്ത്രമായി മത്സരിപ്പിക്കുകയാണ്. അതിനെങ്ങനെയാണ് കാണുന്നത്? അല്ല, സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ അവർ പിന്നെ കൊടുവള്ളിയിൽ മാത്രമല്ല പലയിടത്തും പരീക്ഷിക്കാറുണ്ട്. കൊടുവള്ളിയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പരാജയപ്പെട്ടിട്ടുണ്ട്. അതേസമയത്ത് UDFന് അകത്തുനിന്ന് ആരെങ്കിലുമൊക്കെ അടർത്തിയെടുത്ത സമയത്താണ് അവർക്ക് വിജയമുണ്ടായിട്ടുള്ളത്. ഇത്തവണ അത്തരം സാഹചര്യങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളടക്കം സ്വതന്ത്ര ചിഹ്നത്തിലാണ് ഇവിടെ മത്സരിച്ചത്. അവരെല്ലാം പരാജയപ്പെട്ടുമാണ് ചെയ്തത്. അപ്പോൾ ആ സ്വതന്ത്ര പരീക്ഷണങ്ങളൊന്നും ഇനി കൊടുവള്ളിയിൽ വിലപ്പോവില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. മാത്രമല്ല, ഇപ്പോൾ പിന്നെ ഒരു സംഘടനയുടെ നേതാവ്, പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവ് തന്നെ പാർട്ടി ചിഹ്നമൊക്കെ ബലി കഴിച്ച് പിന്നെ സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുമ്പോൾ ആ പാർട്ടിക്കകത്ത് തന്നെ വളരെ ചെറിയ ശതമാനമാണ് അത് ആ പാർട്ടിക്കാർ ഈ മണ്ഡലത്തിലുള്ളതെങ്കിൽ പോലും ഉള്ള ആളുകൾക്ക് പോലും വലിയ പ്രയാസമുണ്ട്. കാരണം പാർട്ടിയുടെ ഐഡന്റിറ്റി കാണിക്കേണ്ട ഒരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ പിന്നെ പാർട്ടി ചിഹ്നം ബലി കൊടുത്ത് സ്വതന്ത്ര ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നതിനോട് മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും ഒക്കെ തന്നെ പ്രശ്നമുണ്ട്. ഇനി അതൊന്നുമല്ല പ്രധാനപ്പെട്ട പ്രശ്നം, ചിഹ്നം ഏതാണെന്നുള്ളതല്ല പ്രശ്നം. UDF കേരളത്തിൽ ജയിക്കണമെന്നൊരു ട്രെൻഡ് ജനങ്ങൾ തീരുമാനമെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ നമ്മൾ കണ്ടു, അതിന് മുമ്പ് നടന്ന ബൈ ഇലക്ഷനുകൾ നമ്മൾ കണ്ടു. അത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നുള്ള ഒരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കൊടുവള്ളിക്ക് പുറത്തേക്ക് നോക്കിയാൽ ഈ പേരാമ്പ്രയിൽ ഇപ്പോൾ നടക്കുന്നൊരു പ്രചരണമൊക്കെ കേട്ടോ. പേരാമ്പ്രയിൽ അനൗൺസ്മെന്റ് വിവാദമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കാഫിർ സ്ക്രീൻഷോട്ടിന് സമാനമായ പ്രചരണമാണ്. എങ്ങനെയാണ് അതിനെ കാണുന്നത് ഈ തിരക്കിനിടയിൽ? അതായത് പേരാമ്പ്രയിൽ അവർ തോൽവി ഉറപ്പിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് അവസാനത്തെ അടവ് ഇറക്കുക. അവസാനത്തെ അടവ് ഇറക്കുമ്പോൾ സമീപകാലത്ത്, മുൻകാലങ്ങളിലൊക്കെ ഈ അവസാന അടവുകൾ അവർ കയറി വരാറുണ്ട്. പക്ഷെ സമീപകാലത്തായി ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞു തുടങ്ങി. കാഫിർ സ്ക്രീൻഷോട്ട് അങ്ങനെയൊന്നായിരുന്നു. സത്യത്തിൽ കാഫിർ സ്ക്രീൻഷോട്ട് CPMന്റെ ഒരു പ്രൊഡക്റ്റ് ആണെന്നുള്ളത് പിന്നീടാണ് ബോധ്യമായത്. ഇലക്ഷന് ശേഷമാണ്. ഞങ്ങൾക്ക് വലിയ ഭയം ഉണ്ടായിരുന്നു, ഒരാശങ്ക ഉണ്ടായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഇലക്ഷന് തലേ ദിവസം അത്തരമൊരു സ്ക്രീൻഷോട്ട് ഇറക്കുമ്പോൾ ആർക്കായാലും ആശങ്ക ഉണ്ടാവും. പക്ഷേ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പിന്നീടാണ് ഞങ്ങൾക്കത് തെളിയിക്കാൻ പറ്റിയത് CPM തന്നെയാണ് അതിന്റെ പിന്നിലെന്ന്. ഇപ്പോൾ അതുപോലെ തന്നെ പേരാമ്പ്രയിലും അവരിറക്കിയിട്ടുള്ള ഈ തന്ത്രം ജനങ്ങൾ അതിനൊക്കെ മറികടക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇത്തരത്തിൽ പിന്നെ ഈ വർഗീയമായി ചേരിതിരിവുണ്ടാക്കുക, സ്ഥാനാർത്ഥിയെ വർഗീയത പറഞ്ഞ് സൈഡ് ലൈൻ ചെയ്യാൻ ശ്രമിക്കുക, അതൊക്കെ ജനങ്ങൾ അതിനെതിരെ ജനവികാരം, അത് മതവും ജാതിയൊന്നും നോക്കിയിട്ടില്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പ്രതിരോധിക്കും. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. പേരാമ്പ്ര ഫാത്തിമ തൈലിയെ തൂക്കും. UDFനെ സംബന്ധിച്ച് എന്താണ് ആത്മവിശ്വാസം അവസാന ഘട്ടത്തിൽ അധികാരം എന്ന് പറയുന്നത്? കഴിഞ്ഞ 10 കൊല്ലത്തെ ഈ സർക്കാരിനോടുള്ള ഒരു ജനവികാരം. അപ്പോൾ ഞാൻ കൊടുവള്ളി മണ്ഡലത്തിന്റെ കാര്യം മാത്രം എടുക്കാം. 10 കൊല്ലം മുമ്പ്, 5 കൊല്ലം UDF കേരളം ഭരിച്ച സമയത്ത് ഇവിടേക്കൊരു സ്വന്തമായ ഒരു ഗവൺമെന്റ് കോളേജ്, ഇവിടേക്ക് സ്വന്തമായ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2 കാര്യം ഒരു നിയോജകമണ്ഡലത്തിൽ മാത്രം. ഈ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ മണ്ഡലത്തിലേക്ക് ചോദിക്കുമ്പോൾ UDF അല്ലേ MLA മാർ, അതിന് മുമ്പ് ഇടതുപക്ഷം ഉണ്ടായിരുന്നു. കരാർ ഇടതുപക്ഷത്തിന്റെ MLA ആയിരുന്നു. അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞു, ഞാൻ കൊണ്ടുവരുന്ന പദ്ധതിക്ക് തുരങ്കം വെക്കുകയായിരുന്നു ഇടതുപക്ഷം ചെയ്തതെന്ന്. അപ്പോൾ ഇടതുപക്ഷം ഈ മണ്ഡലത്തോട് തികഞ്ഞ അവഗണന. ഈ മണ്ഡലം പോട്ടെ, ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഒരു ഗവൺമെന്റ് കോളേജ് ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുപോലെയുള്ള വ്യവസായ പാർക്കുകൾ, വ്യവസായ സംരംഭങ്ങൾക്കുള്ള സഹായം ഇവർ കുറേ പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണ്?
ഈ പരസ്യം PR വർക്കുകൾക്ക് അപ്പുറത്തേക്ക് ജനങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ കൊണ്ടുവരുന്ന കാര്യത്തിൽ പൂർണ്ണ പരാജയമായ ഒരു സർക്കാരാണ്. ഞങ്ങളുടെ ആത്മവിശ്വാസം അതാണ്. 10 കൊല്ലം മുമ്പുള്ള 5 വർഷത്തെ ഉമ്മൻചാണ്ടി സർക്കാരും അതിനുശേഷം 10 വർഷത്തെ പിണറായി വിജയൻ സർക്കാരും ജനങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ UDF ആണ് കേരളം ഭരിക്കേണ്ടത് എന്നൊരു തീരുമാനത്തിൽ ജനങ്ങൾ എത്തുമെന്നുള്ള ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. SDPI സ്ഥാനാർത്ഥിയെ നിർത്താൻ തീരുമാനിക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. SDPയും ഭയങ്കര രസകരമായ ഒരു കാര്യമാണല്ലോ, വളരെ കൗതുകകരമായ കാര്യമാണ്. ഇത് രണ്ടും മാനേജ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പാർട്ടി CPM ആണ്. ഒരേ സമയം BJPയുടെ വോട്ടുകൾ വാങ്ങാനും അതേസമയം തന്നെ SDPയുടെ വോട്ടുകളും വിലക്ക് വാങ്ങാനും കഴിയുന്ന ഒരു പാർട്ടിയായി CPM മാറിയിരിക്കുന്നു. ആരുടെ വോട്ട് വാങ്ങിയാലും കേരളത്തിലെ ജനങ്ങൾ ഇതിനെല്ലാം തോൽപ്പിക്കും. ഇപ്പോൾ ഈ നിയോജകമണ്ഡലത്തിൽ SDPയുടെ പിന്തുണ ആർക്കാണ് നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് അവർ രാഷ്ട്രീയ അവരൊരു പിന്നെ ഏതൊരു പാർട്ടി തെരഞ്ഞെടുപ്പിൽ അവരെ ശക്തി തെളിയിക്കാനല്ലേ നോക്കുക? എന്തുകൊണ്ടാണ് അവർ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്തത്? മറ്റു പല മണ്ഡലങ്ങളിലും അവരാർക്കാണ് വോട്ട് ചെയ്യുന്നത്? അപ്പോൾ വളരെ കൃത്യമാണ്. BJPയും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികൾ നിർത്തിയ ലിസ്റ്റുകൾ പരിശോധിച്ചാൽ അറിയാലോ. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങൾ എന്ന് അവകാശപ്പെടുന്ന മണ്ഡലങ്ങളിൽ പോലും പിന്നെ ആർക്കും പരിചിതമല്ലാത്ത സ്ഥാനാർത്ഥികളെ നിർത്തി ആരെ സഹായിക്കാൻ വേണ്ടിയാണ് ഈ ധാരണ ഉണ്ടാക്കുന്നത് വളരെ വ്യക്തമാണ്. പക്ഷേ അതിനെയൊക്കെ മറികടക്കാനുള്ള ഒരു ശക്തി കരുത്തൊക്കെ കേരളത്തിലെ ജനങ്ങൾ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. എല്ലാവിധ ആശംസകളും. താങ്ക് യു.